എനിക്കൊന്ന് ബാലഗോപാലിന് സർക്കാർ മാറാൻ പോവുകയാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര പ്രഖ്യാപനം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലായില്ലെങ്കിൽ അടുത്ത വരുന്ന ഗവൺമെന്റിനെയാണ് ഇവർ പഴിക്കാൻ പോവുക. അപ്പോൾ ആ ഗവൺമെന്റിന് മേലാണ് കുതിര കയറാൻ പോകുന്നത്. 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഡ്രാഫ്റ്റ് പിൻവലിക്കാൻ പറ്റത്തില്ല ട്രഷറിയിൽ നിന്ന്. ആ അവസ്ഥയിലാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ ഖജനാവിൽ പൂച്ച വിറ്റ് കിടക്കുകയാണ്. എത്ര പൂച്ച ഉണ്ടെന്ന് എണ്ണിയാൽ മതി. അപ്പൊ ആ അവസ്ഥയിലാണ് ഇത്. ആഫ്രിക്കൻ ഇവിടെ ഇതിന് കൃത്യമായി ശിവൻകുട്ടി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വണ്ടിയിൽ ഡീസൽ അടിക്കാനുള്ള പൈസ കിട്ടുന്നില്ല, എങ്കിൽ ഡീസൽ അടിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഖജനാവിൽ പൈസ ഇല്ല നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഈ ഓണക്കാലത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഓണക്കാലത്ത് വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ വേണ്ടി ഇവരൊരു ഏജൻസിയെ പ്രഖ്യാപിച്ചു. പോലീസിൻ്റെ നേതൃത്വത്തിൽ കരിഞ്ചന്ത ഉണ്ടോ എന്നൊക്കെ പോയി നോക്കും, ചന്തയിൽ എത്ര രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് എന്നാൽ അതിനുവേണ്ടിയാണ് സ്പെഷ്യൽ ടീമിനെ പ്രഖ്യാപിച്ചത്. ഈ സ്പെഷ്യൽ ടീം തിരുവനന്തപുരത്ത് നിന്ന് മ്യൂസിയം വരെ എത്തുന്നതോടെ മ്യൂസിയം അതായത് ഈ നമ്മുടെ MLA ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് മ്യൂസിയം വരെ എത്തുന്ന സമയത്തിനുള്ളിൽ വണ്ടി വഴിയിലായി. കാര്യം ഡീസൽ ഇല്ലായിരുന്നു.